പാലക്കാടൻ റിയലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. ഇന്നൊരു അർജന്റ് വിൽപ്പനയായിട്ട് ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണേ. നമ്മൾ ഈ കാണുന്നത് ഒരു ജംഗ്ഷനാണ്. തോണിക്കടവ് എന്നാണ് ഈ ജംഗ്ഷന്റെ പേര്. പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ ആലത്തൂരിൽ നിന്ന് നേരെ കാവിശ്ശേരി വഴി വരുമ്പോഴാണ് ഈ തോണിക്കടവ് വരുന്നത്. ഇവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്കും തിരുവല്ലാമലയ്ക്കും പഴയന്നൂർക്കും തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ വടക്കഞ്ചേരി ഭാഗത്തേക്കും എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള നാലും കൂടിയ ജംഗ്ഷൻ. ഈ കാണുന്നത് നമ്മുടെ പഴയന്നൂർ പോകുന്ന റോഡാണ്. അപ്പം തോണിക്കടവ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ ദൂരം മാത്രം. ഈ 100 മീറ്റർ ദൂരത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി ജന്മം പറമ്പ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു. തോണിക്കടവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ജംഗ്ഷനാണ്, അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ 4 ഭാഗത്തേക്ക് പോകുന്ന മെയിൻ സെൻറ്റർ വരുന്നത്. അപ്പം അവിടെ നിന്ന് വെറും 100 മീറ്റർ ദൂരത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. 25 സെൻറ്റ് ജന്മം പറമ്പാണ്. സെൻറ്ററിൽ കൂടെ റോഡുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടെ റോഡുണ്ട്. ഈ റോഡിൻ്റെ വലത് ഭാഗത്ത് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് റോഡ് ഫ്രണ്ടിൽ നിന്നും, അപ്പോൾ എൽ ഷേപ്പിൽ റോഡ്, പഞ്ചായത്ത് റോഡും സെൻട്രൽ കൂടെയുള്ള റോഡിൻ്റെയും സൈഡിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. 25 സെൻറ്റ് സ്ഥലത്ത് 15 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലമോ മുറിച്ച് നൽകുന്നു. 1 സെൻറ്റ് സ്ഥലത്തിന് 1,45,000 രൂപയാണ് ചോദിക്കുന്ന വില ഫിക്സഡ് വിലയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വന്ന് ഓണറുമായിട്ട് സംസാരിക്കുക. ഈ കാണുന്ന പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് ലോണോടുകൂടി തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം. അതിപ്പോൾ ഏത് ജോലിയുള്ളവർക്കാണെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ ലോൺ ചെയ്തു തരുന്നതായിരിക്കും. ഡ്രൈവർ ആണെങ്കിലും ഇനി ബാങ്ക് വഴി സാലറി വരുന്നവർക്കാണെങ്കിലും ലോൺ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഇതിലൊരു വീട് പണിയാനാണെങ്കിൽ നിങ്ങൾക്ക് 90% ലോൺ ചെയ്തു തരുന്നതായിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ 80% വരെ ലോൺ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ശുഭദിനം.